ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കും വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും ഒരു അനുഗ്രഹിക്കപ്പെട്ട സിസാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ ജോലിയിൽ ഒരു പ്രൊമോഷൻ ലഭിക്കേണ്ടതിനായിട്ട് നാളുകളായിട്ട് തടയപ്പെട്ട് കിടക്കുന്ന നന്മകൾ ഈ പ്രിയ സിസിൻ്റെ മുന്നിലേക്ക് റിലീസാകേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ അടുത്ത പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ ബ്രദറും കുടുംബവും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലാണ് ആയിരിക്കുന്നത്. അവിടെ അത്ഭുതകരമായി അവർ ദൈവത്തെ അറിയുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ അടുത്ത പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ ദേശത്തിൽ തനിക്ക് ഒരു വലിയ പ്രൊട്ടക്ഷൻ ദൈവം കൊടുക്കേണ്ടതിനായിട്ട്, താൻ താമസിക്കുന്ന സ്ഥലത്ത് കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം തന്നെ സൂക്ഷിക്കുകയും മുമ്പോട്ട് നടത്തുകയും ചെയ്യേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് അടുത്തൊരു പ്രാർത്ഥന വിഷയം കൂടെ തനിക്ക് ആത്മീകമായൊരു വലിയ ഉയർച്ച, വീട്ടിൽ ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു സിസാണ്. കർത്താവ് തന്നെ മാനിക്കുകയും ഉയർത്തുകയും ചെയ്യേണ്ടതിനായിട്ട് എൻ്റെ കൂടെ എത്ര പേരൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ഞാൻ വിശ്വാസത്തോടെ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കണം. കാരണം യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. നമുക്ക് വിശ്വസിക്കാൻ പ്രിയരെ, നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്ന, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന ദൈവത്തിൻ്റെ കരം ഇപ്പോൾ ചലിക്കാൻ പോവുകയാണ്. ഈ പ്രിയ സിസ് മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. കണ്ണുകളൊന്ന് അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം പ്രിയരെ. ദൈവത്തിൻ്റെ വലിയ കരം, ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മുടെ നടുവിൽ വെളിപ്പെടാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ പ്രിയ സിസിനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ആത്മീക നിറവ് സംഭവിക്കേണ്ടതിനായിട്ട്, വലിയ അത്ഭുതം സംഭവിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ അനേകർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പ ഈ സഹോദരിയുടെ ജോലിയുടെ ഉയർച്ച സംഭവിക്കേണ്ടതിനായിട്ട്, നാളുകളായി ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മകളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം ഇപ്പോൾ സംഭവിക്കണമേ. അപ്പ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അപ്പ അങ്ങയുടെ കരം ഇപ്പോൾ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന അതേ അളവിൽ ഇപ്പോൾ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി അങ്ങയുടെ മകളുടെ മേൽ വെളിപ്പെടുത്തണമേ. അപ്പ ഞാൻ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ പരിശുദ്ധാത്മാവെ തൻ്റെ സഹോദരനും കുടുംബവും ദൈവത്തെ ആഴമായി അറിയുകയും ദൈവത്തിന് വേണ്ടി നിൽക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് കർത്താവെ, അതേപോലെ തന്നെ അവർ സത്യാത്മാവിൽ ആരാധിക്കുന്ന ആരാധനയിലേക്ക് കടന്നു വരുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കുവാൻ കർത്താവെ ഈ എപ്പിസോഡ് കഴിയുമ്പോൾ അവർക്ക് മുഖാന്തരങ്ങൾ ഒരുക്കണമേ. അപ്പ അവരുടെ ജീവിതത്തിനകത്ത് അത്ഭുത വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താൻ താമസിക്കുന്ന സ്ഥലത്ത് അത്ഭുതകരമായ പ്രൊട്ടക്ഷൻ ദൈവം തൻ്റെ തങ്കച്ചിറകിൻ്റെ കീഴിൽ ഈ സിസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ യോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അവനുള്ളതിനും അവൻ്റെ വീടിനും ദൈവം വേലി കെട്ടി സൂക്ഷിച്ചതുപോലെ കർത്താവെ സഹോദരിയെ അങ്ങയുടെ വേലി വളപ്പിനകത്ത് സൂക്ഷിക്കണമേ. അപ്പ അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഭയങ്കര കരം, ദൈവത്തിൻ്റെ അസാധാരണമായ സാന്നിധ്യം ഇപ്പോൾ ഈ മകളുടെ മേളിൽ വ്യാപരിച്ചനായി മമ്മി, യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതൽ സംഭവിച്ചനായി മമ്മി, ദൈവികമായ അത്ഭുതം സംഭവിച്ചനായി മമ്മി, ഞങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ദൈവിക പ്രൊട്ടക്ഷൻ ഇപ്പോൾ ഈ മകളുടെ മേളിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കി പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിക്കുന്നു. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാന്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ ദൈവം എന്നെ സഹായിച്ച വഴികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയരെ, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിനൊരു അത്ഭുതം ചെയ്യാൻ കഴിയും. കാരണം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന, പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളും നശിക്കത്തില്ലെന്നുള്ള ഒരു വലിയ പ്രോമിസ് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ഒരു പക്ഷേ പ്രിയ കുടുംബമേ, നിങ്ങൾ വലിയ തകർച്ചയിലായിരിക്കാം, ജോലിയില്ലാത്ത അനുഭവത്തിലായിരിക്കാം, ബിസിനസ് തകർന്ന് ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, രോഗത്തിൻ്റെ അനുഭവത്തിലെല്ലാം അവസാനിച്ചതൊക്കെ പറയുമായിരിക്കാം. പക്ഷേ വചനത്തിൻ്റെ ആ അനുഭവത്തെ അല്ലെങ്കിൽ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വാക്തത്തെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പുനരുത്ഥാന ശക്തി, തീർന്നു എന്ന് പറയുന്നിടത്ത് ഒരു എഴുന്നേൽപ്പിൻ്റെ ശക്തി നിങ്ങളുടെ മേളിൽ വ്യാപരിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, അവങ്കിലേക്ക് നോക്കി
നോക്കിയവരെ മുഖം പ്രകാശിതരായി, അവരെ മുഖമോ ലജ്ജിച്ചു പോയില്ലെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കർത്താവ് ലജ്ജിപ്പിക്കാത്തവനാണ്. 25-ാം സങ്കീർത്തനം വ്യക്തമായി പറയുന്നു, അവനെ കാത്തിരുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. റോമാലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. എങ്കിലേ ലജ്ജിപ്പിക്കാത്ത ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഒരിക്കലും മാറത്തില്ലെന്നുള്ള വലിയ ഉറപ്പോടുകൂടെ ഈ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് പറയും, ഇത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സമയമാണ്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരിക്കലും കർത്താവിൻ്റെ ആ പാദപീഠത്തിലോട്ട് അടുക്കുന്ന ഒരാളെപ്പോലും ദൈവം ഉപേക്ഷിക്കത്തില്ല കേട്ടോ. കർത്താവ് നിങ്ങളുടെ അവസ്ഥകൾ അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഏത് അനുഭവത്തിലാണെങ്കിലും വിശ്വാസത്തോടെ ഈ വചന സന്ദേശം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനത്തെ ദൈവത്തോളം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ വചനത്തിന് ക്രിയ ചെയ്യാൻ പറ്റും. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ വചനം നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ മാത്രം ഈ മിനിറ്റുകളൊന്ന് ചലിച്ചാട്ടെ. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ മാത്രം ഈ മിനിറ്റുകളിൽ ആത്മാവിൽ ഉണർന്നാട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കാൻ പോവുകയാണ്. വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ എഴുന്നേറ്റ് വരികയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കണമേ. ഒരു വലിയ ദൈവപ്രവൃത്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാരംഭ വാക്യത്തിലേക്ക് കടന്നു വരാം പ്രിയരെ. 46-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. പ്രിയരെ, വായിച്ച വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. എന്നാൽ ഈ വാക്യത്തിനകത്ത് 3 വലിയ ആഴങ്ങൾ നാം ശ്രദ്ധിച്ചാൽ കാണാം. ദൈവം നമ്മുടെ സങ്കേതമാണ്. ഹല്ലേലൂയ. സങ്കേതം എന്ന് പറഞ്ഞാൽ വലിയ ആഴങ്ങളുണ്ട്. സങ്കേതത്തിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് മറവിടമെന്നും ഒളിവിടമെന്നും ഒക്കെയാണ്, അഭയസ്ഥലമെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നെ കേൾക്കുന്നവരെ, ദൈവം നമ്മുടെ സങ്കേതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ മറയ്ക്കുന്നവനാണ്, നമ്മുടെ അഭയസ്ഥലമാണ്. അതേപോലെ ശത്രുവിൽ നിന്ന് നമ്മെ ഒളിപ്പിക്കുന്ന അല്ലെങ്കിൽ മറയ്ക്കുന്നവനാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വചനചിന്തയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഈ ലോകത്തിലുള്ള മൃഗങ്ങളെയും പക്ഷികളെയും ശ്രദ്ധിച്ചു നോക്കിയാൽ, ഈ മൃഗങ്ങളെയും പക്ഷികളെയും ദൈവം ഉണ്ടാക്കുമ്പോൾ അതിന് ജനനം മുതൽ തന്നെ രക്ഷപ്പെടുവാനായിട്ട്, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടും ശത്രുവിനെ ജയിക്കുവാനായിട്ടുമുള്ള ഹല്ലേലൂയ ചില അവയവങ്ങളുടെ മുകളിൽ ആ പ്രൊട്ടക്ഷനുകൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് പക്ഷികളുടെ ചുണ്ടിനകത്ത് അതിൻ്റെ കൂർത്ത നഖങ്ങൾ, കാലുകളിലുള്ള നഖത്തിനകത്ത്, അതേപോലെ തന്നെ മൃഗങ്ങളെ നോക്കിയാൽ അതിൻ്റെ പല്ലുകളുടെ മുകളിൽ ഹല്ലേലൂയ, അതിൻ്റെ കാലുകളുടെ മുകളിൽ, കൈകളുടെ മുകളിലൊക്കെ കൂർത്ത നഖങ്ങൾ പകർന്നിരിക്കുന്നതും ദൈവം ഒരുക്കിയിരിക്കുന്നത് കാണാൻ പറ്റും. എന്നെ കേൾക്കുന്നവരെ, പക്ഷിയെയും മൃഗങ്ങളെയും എല്ലാം അറിയാം ദൈവം അതാത് തലങ്ങളിൽ അവയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയും അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇതൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ മനുഷ്യനെ നിങ്ങൾ നോക്കിയാൽ, മനുഷ്യനെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് പ്രത്യേകമായിട്ട് ഒരു അവയവമോ അല്ലെങ്കിൽ പ്രത്യേകമായ പ്രൊട്ടക്ഷനോ ഒന്നും ഉണ്ടാക്കിയതായി കാണുന്നില്ല. എന്നാൽ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തെ ആശ്രയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. എന്നെ കേൾക്കുന്നവരെ, ദൈവം എൻ്റെ സങ്കേതമാണെന്ന് പറയുന്നു. ഓരോ ദിവസവും അവൻ്റെ ഭക്തന്മാർ അവനിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല, കണ്ണിലെ കൃഷ്ണമണി പോലെ, കൺമണി പോലെയാണ് അവൻ എന്നെ സൂക്ഷിക്കുന്നത്. ഓരോ ദിവസവും വീഴാതെ താങ്ങുന്ന ദൈവത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ അറിയാം, ആ തങ്കച്ചിറകിൻ്റെ കീഴിൽ എന്നെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ 91-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. 91-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. 3-ാമത്തെ വാക്യം, അവൻ നിന്റെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. 4-ാമത്തെ വാക്യം, തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. ഈ 4 വാക്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് ഒരു ഭക്തൻ പറയുകയാണ്. അവൻ്റെ മറവിൽ, അവൻ്റെ ചിറകിൻ കീഴിൽ വസിക്കുന്ന ഒരു ഭക്തൻ വിളിച്ചു പറയുകയാണ്, അവൻ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാകുകയാണ്. എന്താണ് നാം ആശ്രയിക്കുന്ന ദൈവത്തിന് പ്രത്യേകത ചോദിച്ചാൽ, നമ്മുടെ ദൈവം നമ്മുടെ കോട്ടയാണ്, നമ്മുടെ സങ്കേതമാണ്. ഹല്ലേലൂയ. നമ്മെ ഓരോ ദിവസവും പരിപാലിക്കുന്ന നമ്മുടെ ദൈവമാണ്. ആ ദൈവം പറയാണ്,
നിന്നെ അവൻ വേട്ടക്കാരൻ്റെ കടിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കുന്നവനാണ്. എൻ്റെ കൂടെ ഒന്ന് ചേർന്നുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കത്തില്ലെന്ന് പറഞ്ഞ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ നിന്റെ മേളിൽ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ശത്രുവിൻ്റെ പ്ലാനുകളെ തകർത്ത് കളയുന്നവനാണ്. കർത്താവ് നിനക്ക് വേണ്ടി മുന്നൊരുക്കിയിരിക്കുന്ന ചില നന്മകൾ ഈ സമയത്ത് വെളിപ്പെട്ട് വരാൻ പോകുന്നു. വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കുന്ന ദൈവം. 4-ാമത്തെ വാക്യം പറയാം, അവൻ്റെ തൂവല് കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആവുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത നിന്നെ വേലിവളപ്പിൽ സൂക്ഷിക്കാൻ പോവുകയാണ്. യോബിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, യോബിനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിന് മേളിലും ദൈവം വേലി കെട്ടി അവനെ സൂക്ഷിക്കുകയാണ്. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 2:5 നോക്കിയാൽ, ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് പറയുന്നു. യെശയ്യാവ് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ അവൻ നിന്റെ ദേശത്തെയും നിന്നെ കാക്കുമെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. എന്നെ കേൾക്കുന്നവരെ, എൻ്റെ ദൈവം നിന്നെ പരിപാലിക്കുന്നവനാണ്, എൻ്റെ ദൈവം നിന്നെ കാക്കുന്നവനാണ്. ദൈവത്തിൻ്റെ വലിയ പ്രൊട്ടക്ഷനിലേക്ക് അടുക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വന്നാട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം, ദൈവം എൻ്റെ സങ്കേതമാണ്. അല്ലെങ്കിൽ നിന്നെ മറയ്ക്കുക മാത്രമല്ല കേട്ടോ, നീ കുഴഞ്ഞു തീർന്നു എന്നൊക്കെ പറയുന്നിടത്ത് നിന്റെ മുകളിൽ ഒരു പുതിയ ബലമിടാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ ഒളിച്ചു മാത്രം ജീവിച്ച് തീരാൻ പോവുകയല്ല, ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വലിയ വെളിച്ചം നിന്റെ മുകളിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം, നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവൻ്റെ ബുദ്ധി അപ്രേമമത്രേ. 29-ാമത്തെ വാക്യം, അവൻ ക്ഷീണിക്കുന്നവന് ശക്തി നൽകുന്നു, ബുദ്ധിയില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ കർത്താവ് ക്ഷീണിക്കുന്നവനോ തളർന്നു പോകുന്നവനല്ല, എന്നാൽ ദൈവത്തെ ആശ്രയിക്കുന്നവന് വേണ്ടി ബലമില്ലാത്തവനവൻ ബലം നൽകുന്നവനാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ക്ഷീണിച്ചു പോയെന്ന് പറയുന്ന, ബലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രോഗത്തിൻ്റെ അനുഭവത്തിനകത്ത്, ആ ഭാരങ്ങളുടെ അനുഭവത്തിനകത്ത്, ബന്ധങ്ങളുടെ വേർപാടിനകത്ത് ഇനി ആരും എന്നെ സഹായിക്കാനില്ലല്ലോ, എൻ്റെ കൂടെ ആരും ഇല്ലെന്നോ ഒക്കെ പറയുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്താൻ പോവുകയാണ്. എൻ്റെ ദൈവം എൻ്റെ കൂടെ അത്ഭുതത്തിലേക്ക് എന്നെ നടത്താൻ പോവുകയാണ്. വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്നെ അവൻ പുത്തൻ പാറയിലേക്ക്, നാശകരമായ ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കരകയറ്റി പുത്തൻ പാറമേൽ നിർത്തി നിന്റെ നാവിൽ പുത്തൻ പാട്ട് തരുന്ന ദൈവം. അല്ലെങ്കിൽ പുതിയതൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പോൾ എൻ്റെ ദൈവം നിന്റെ വെള്ളിക്ക് പുതിയത് പകരാൻ പോവുകയാണ്. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഈ പദത്തെ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നാം വായിച്ച വാക്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. അടുത്ത പദമാണ് ഇനി നമ്മൾ ചിന്തിക്കുന്നത്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. എത്ര പേരുടെ കൂടെ ചേർന്നുകൊണ്ട് പറയും, ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന സമയത്ത് ഏറ്റവും അടുത്ത് നിന്നവരും എല്ലാം കൂടെ നിൽക്കാവുന്ന കുറഞ്ഞവര് പലരും നമ്മെ വിട്ട് അകലുന്നത് കാണാൻ പറ്റും. 34-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നുവെന്ന് കാണാൻ പറ്റും. ഈ നിലകളിലെല്ലാം ഉള്ളപ്പോൾ നിന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ 100 പേരുണ്ട്. പക്ഷേ നിനക്കൊരു കഷ്ടത വരുന്ന സമയത്ത്, ലോകത്തിലുള്ള ബന്ധങ്ങളെല്ലാം അകന്നു പോകുമ്പോൾ, ഏറ്റവും വലിയ കൂടപ്പുറപ്പുകൾ വരെയും നിന്നെ കാണാതെ പോകുമ്പോൾ, നിന്റെ അവസ്ഥ അറിയാതെ പോകുമ്പോൾ, വചനം വ്യക്തമായി, ദൈവത്തെ അറിയുന്നവർ എവിടെയാണ് ദൈവത്തെ ആശ്രയിക്കുന്നത്? കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് ആ കരമുയർത്തി, എവിടെ നിന്നാണോ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടവരായ പോലെയാണോ? ആ രോഗം നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ആ കഷ്ടം, ആ കടബാധ്യത നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഇനി ആരും നിങ്ങളെ സഹായിക്കാനില്ലെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇതാ എൻ്റെ കർത്താവ് 12 വർഷമായി ലോകം മുഴുവൻ വൈദ്യന്മാരും അവസാനിച്ചെന്ന് പറഞ്ഞവൾ വിശ്വാസത്തിൽ കർത്താവിനെ തൊട്ടുകൊണ്ട് സൗഖ്യം പ്രാപിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവിനോടൊന്ന് അടുക്കാൻ പറ്റുമെങ്കിൽ. 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. വലിയ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. നിന്റെ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. തുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നിന്നെ അവൻ താങ്ങാൻ പോവുകയാണ്, നിന്നെ അവൻ കരം പിടിച്ച് നടത്താൻ പോവുകയാണ്. ഇനി മുമ്പോട്ടൊരു വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് ഞാനില്ല വിധവയെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. തനിക്കുള്ള ഏക മകനും മരിച്ചു. ഹല്ലേലൂയ. ലോകക്കാർക്കോ ആർക്കും അവളെ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത ഒരു വലിയ പുരുഷാനം അവളുടെ കൂടെ വരുമ്പോൾ യേശു അവളുടെ അടുക്കൽ വന്ന്
അവൾ കരയുന്ന വിഷയത്തിനകത്ത് അവളോട് പറയാണ്, ഇനി നീ കരയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ശവമഞ്ചത്തിൽ തൊട്ട് അവളുടെ നഷ്ടപ്പെട്ടു പോയ മകനെ മടക്കി കൊടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നാളുകൾ നഷ്ടങ്ങൾ പറഞ്ഞ, നാളുകൾ ജീവിതത്തിനകത്ത് ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞ ചിലവരുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ വലിപ്പം നിങ്ങൾ കാണാൻ പോവുകയാണ്. കർത്താവ് നിങ്ങൾക്ക് ചിലരെ മടക്കി തരാൻ പോകുന്നു. എൻ്റെ കർത്താവിന് അത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോഴെൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. വലിയൊരു ദൈവപ്രവൃത്തി വിശ്വസിക്കണം. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. ഹല്ലേലൂയ. ഒന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈ കണ്ണുനീര് ദൈവത്തിൻ്റെ മുമ്പിലാണ് ഒഴുക്കുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ആത്മാവിൽ വിളിച്ചു പറയും, ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവൻ മനുഷ്യനോട് കരയേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യനോട് യാചിക്കേണ്ടി വരത്തില്ല. കാരണം സകലത്തിനകത്തും അധികാരിയായവൻ, സകലത്തിനകത്തും നിന്നെ വിടുവിക്കാൻ കഴിവുള്ളവൻ ഇതാ നിനക്ക് വേണ്ടി കരം നീട്ടാൻ പോവുകയാണ്. നിന്റെ വിഷമത്തിൻ്റെ മേളിൽ അവൻ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിൽ സൂക്ഷിക്കുന്നവനാണവൻ. അവൻ ഇതാ നിനക്ക് വേണ്ടി തക്കതായ ഒരു മറുപടി പറയാൻ പോകുന്നു. എങ്കിൽ നമ്മൾ വായിച്ച വാക്യം മറക്കരുത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാക്കുകയാണ്. കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരുന്ന അനേകരെ അങ്ങ് സ്പർശിച്ചു കഴിഞ്ഞതിനായി നന്ദി. എന്നെ കണ്ടുകൊണ്ടിരുന്ന അനേകർക്ക് ഒരു വിടുതൽ പകർന്നതിനായി നന്ദി. ഈ വചന ശബ്ദം ഇവരെ എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഇവരെ അങ്ങ് കൈവിടത്തില്ലെന്നുള്ളത് അങ്ങ് അത്ഭുതകരമായി ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു. അങ്ങയുടെ വചനം പറയുക, അങ്ങയുടെ വാഗ്ദത്തം പറയുക, ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ ലോകത്തിൽ മാത്രമല്ല, അടുത്ത ലോകത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ നാം അവൻ്റെ കൂടെയാണ്. പിരിയാബന്ധമാണ്. കർത്താവിനെ ഇന്നു മുതൽ മുറുകെ പിടിക്കാൻ തയ്യാറാകണം. ഏത് അനുഭവത്തിനകത്തും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും വേദനയാണെങ്കിലും നമ്മെ വിട്ടകലാത്ത ഒരു ദൈവമേ ഉള്ളൂ, അത് യേശുവാണ്. വിശ്വസിക്കുന്നവർ ഒരുമിച്ചെന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നവൻ. അറിയാം, അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുത സാക്ഷ്യത്തിന് ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വന്നാട്ടെ. ഉണ്ടാകട്ടെ. എനിക്ക് ഷുഗറുണ്ട്. അപ്പോൾ എൻ്റെ കാലിലൊരു ചെറിയ ഒരു പോളം പോലെയാണ് വന്നത്. പക്ഷെ അത് ഭയങ്കരമായിട്ട് വട്ടം വെച്ച് പഴുത്ത് ഒരു കുഴി പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ പാസ്റ്ററോട് ഒന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് മാറ്റി തന്നെ, ഷുഗർ ഉള്ളതുകൊണ്ട് ഉണങ്ങോ ഈ മുറിയിലോട്ട് നോക്കാതെ എനിക്ക് ഭയം. ഞാൻ അന്ന് കാണുമ്പോൾ ഇതൊരു ഭയങ്കര കുഴി പോലെ അകത്തോട്ട് കയറി നിന്നതാണ്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇത് എന്ത് ചെയ്യും, അങ്ങനെ അവന് പഴുത്ത് കാലൊക്കെ മുറിക്കേണ്ടി വരുമോ, അങ്ങനെയൊക്കെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മുറുകെ പ്രാർത്ഥിച്ചു, ഹോസ്പിറ്റലൊന്നും പോയില്ല. പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പാസ്റ്ററോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുറന്നിരിക്കുകയായിരുന്നു, ഉള്ളിലോട്ട് ഇങ്ങനെ ആയി. അപ്പോൾ ഞാൻ ഈ മാംസം വന്ന് എൻ്റെ കാലിൻ്റെ ഒപ്പം മൂടുമോ ദൈവമേ, അതൊരു കുഴിയായിരിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ എൻ്റെ ആ കാലിൻ്റെ ആ വശം മുഴുവൻ മാംസം വന്ന് അങ്ങോട്ട് മൂടി ഉണങ്ങി, നല്ലപോലെ ഉണങ്ങിപ്പോയി. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായിട്ടും കരമടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നന്ദി പറയുന്നു. ഒരാൾ മാറി ഇവനെ പോലെ ഇവരുടെ കൂടെ വന്നിരിക്കുന്നത് ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന്. വാടക കൊടുക്കാൻ നിവർത്തിയില്ലായിരുന്നു, ആഹാരത്തിന് നിവർത്തിയില്ലായിരുന്നു, മീൻ മേടിക്കാൻ പോലും നിവർത്തിയില്ലായിരുന്നു. കർത്താവ് അതെല്ലാം തന്നു. ഈ 2025 എനിക്ക് പുതിയൊരു വർക്ക് എടുക്കുവാൻ ദൈവം തന്നു. അതിൻ്റെ പണി തീർത്ത് അതിൻ്റെ തട്ടിൻ്റെ പണിയാണ് കിട്ടിയത്. അത് ഈ ആഴ്ച ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് പോയി പൊളിക്കുവാൻ ദൈവം സഹായിച്ചു. എനിക്കിതിലൊരു ക്ലെയിമിൻ്റെ പൈസ അനുവദിച്ചായിരുന്നു. അപ്പം ഞാൻ ഒരു തീരുമാനം എടുത്തു, ദൈവമേ എനിക്ക് 3 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ 50,000 രൂപ കൊടുക്കാമെന്ന്. എനിക്ക് 3,75,000 കിട്ടി. 75,000 ഞാൻ ചർച്ചിന് കൊടുത്തു. നിങ്ങൾ ഈ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ കൊടുത്താൽ ദൈവം അതിൻ്റെ 100 ഇരട്ടി തിരിച്ചു തരും. കര ഉയർത്തിപ്പിടിച്ചു. എനിക്ക് 29-ാം തീയതി കേസായിരുന്നു. ഞാൻ ദേവദാസനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ആരാധനയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു കേസുണ്ട്. അപ്പോൾ വേറെ ഒന്നും പറഞ്ഞില്ല, ബ്രദറെ ആരാധനയ്ക്ക് വരും, വിശ്വസിച്ചോ എന്ന് പറഞ്ഞു. എങ്ങനെയെന്ന് എനിക്കറിഞ്ഞു. ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ വക്കീൽ പറഞ്ഞു 31-ാം തീയതിയാണ് കേസെന്ന്. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു. ഞാൻ 2 ആഴ്ച മുന്നേ ഇവിടെ വന്ന് സ്നാനപ്പെട്ടായിരുന്നു. സ്നാനപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അതിന് ഒരു വർഷത്തോളമായി എന്നാണ് തോന്നുന്നത്. കാലൊരു 5 വിരലിൽ ഒരു വിരലും മടങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷേ ആ 5 വിരലിൽ ഒരു വിരലും മടങ്ങിയിരിക്കുകയായിരുന്നു നമുക്ക് ഒത്തിരി പ്രയാസമല്ലേ. അപ്പം ഞാനൊന്ന് ദൈവത്തോട് എന്നോ ചോദിച്ചതാണ്. അപ്പം അനേകം വാതരോഗികളെ സൗഖ്യമാക്കുന്നല്ലോ, അനേകം രോഗികളെ ഞാൻ ശുശ്രൂഷിച്ചല്ലോ, എൻ്റെ ഈ രോഗമൊന്നും മാറാൻ പറ്റുമോയെന്ന് അന്നേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ചോദിച്ചില്ല, ഞാൻ മറന്നുപോയി അത്. പക്ഷേ ഈ സ്നാനപ്പെട്ട് പിറ്റേ ദിവസം ഞാൻ കുളിക്കുന്ന സമയത്ത് 5 വിരൽ ഒരുപോലെ ഇരിക്കുന്നു കാലിൻ്റെ, ഇടത് കാലിൻ്റെ.
സ്തോത്രം. എൻ്റെ ദൈവമക്കളെ എല്ലാവർക്കും വിടുതലാണ്. ഈശോപ്പച്ചൻ്റെ കരങ്ങളിലേക്കായി അങ്ങേ പാദപീഠത്തിലേക്കായി എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് സ്തോത്രപ്പച്ച. ആമേൻ. ഈസസ് 1 വർഷത്തിന് മുമ്പേ തൻ്റെ വിരൽ മടങ്ങിപ്പോയതാണ്. പക്ഷെ സ്നാനപ്പെട്ട് അടുത്ത ദിവസം രാവിലെ കുളിക്കുമ്പോൾ താൻ ചെക്ക് ചെയ്ത സമയത്ത് അവരിൽ നൂന്നിരിക്കുന്നത് കണ്ടു. കർത്താവ് ചെയ്ത അത്ഭുതത്തിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ മകൻ 2024 ആഗസ്റ്റ് 1 അബുദാബിയിൽ ഒരു ജോലിക്കായി പോയി. അവിടെ ചെന്നതും അവന് മാനസികമായ എന്തോ ഒരു വിഭ്രാന്തി ഉണ്ടായി. ജോലി ചെയ്യാൻ പറ്റിയില്ല. നാട്ടിൽ തിരിച്ചു വരണമെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞു. ഞങ്ങൾ 2.5 ലക്ഷം രൂപ കടമെടുത്ത് പറഞ്ഞു വിട്ടതാണ് മകനെ അവിടെ നിൽക്കാൻ. ഞങ്ങളെല്ലാവരും പറഞ്ഞു നോക്കി, അവന് നിൽക്കാൻ പറ്റൂല, ആത്മഹത്യ ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഇവിടെ ബ്രദറോട് വിളിച്ച് പറഞ്ഞു, സുധ സിസ്റ്ററോടും എന്നെ വിളിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. 15 ദിവസം ആ കമ്പനി അവന് നാട്ടിൽ പോകാൻ ഒരു അവധി കൊടുത്തു. ആദ്യമായി പോയ ആളാണ്. 15 ദിവസത്തെ അവധിക്ക് അവൻ നാട്ടിൽ വന്നിട്ട് 15 ദിവസമായപ്പോഴും അവന് പോകാനുള്ള മനസ്സില്ല. തിരിച്ചു ചെന്നാൽ അവൻ പിന്നെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് അവന് തോന്നിയില്ല. അങ്ങനെ വിളിച്ച് ആ കമ്പനിയിൽ പറഞ്ഞപ്പോൾ 15 ദിവസം കൂടി അവന് നീട്ടിക്കൊടുത്ത് അവൻ ഇവിടെ വന്ന് പാസ്റ്റർ മുമ്പ് പ്രാർത്ഥിച്ച് അവൻ തിരിച്ചു പോയി. ഇപ്പം 3 മാസമായി അവൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു കുഴപ്പമില്ലാതെ. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. എൻ്റെ വീടും വസ്തുവും ബാങ്കിൽ കടത്തിലായിരുന്നു. ഈ ബാങ്കുകാർ ഡിസംബർ 24 ഒരറിയിപ്പും തരാതെ എന്നെ എൻ്റെ കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കി, വീട് പൂട്ടി. ഇപ്പം ഞാൻ ബന്ധുക്കളെ വീട്ടിലാണ് ഞാനും എൻ്റെ മക്കളും താമസിക്കുന്നത്. പ്രസവിച്ച് കിടന്ന എൻ്റെ മകളെ പൊടിക്കുഞ്ഞുൾപ്പെടെ ബാങ്കുകാർ ഇറക്കി വിട്ട്. പക്ഷേ എൻ്റെ ആ വീടും വസ്തുവും വിറ്റാൽ മാത്രമേ എനിക്ക് ബാങ്കിൽ പൈസ അടയ്ക്കാൻ പറ്റൂ. ഈ 31 ബാങ്ക് പൈസ അടച്ചില്ലെങ്കിൽ വീടും വസ്തുവും ലേലത്തിലാവുമെന്ന് പറഞ്ഞു. ഞാൻ ഈ വിവരം വിളിച്ച് പാസ്റ്ററോട് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു ഒരു അത്ഭുതം നടക്കുമെന്ന്. ഈ 25 ഒരു പാർട്ടിക്കാർ വന്ന് എൻ്റെ വീടും വസ്തുവും മേടിക്കാൻ അഡ്വാൻസ് തന്നു. 31 പൈസ ബാങ്ക് അടച്ച് ഇനി എനിക്കൊരു ഭവനം മേടിക്കണം. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് മനസ്സിലായോ? അറിയാം, വീടും വസ്തുവും വാസ്തവത്തിൽ വിൽക്കാൻ കഴിയത്തില്ലായിരുന്നു. കാരണം അയലത്തുകാർ സമ്മതിക്കത്തില്ല. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഹല്ലേലൂയ. അവരത് വില താത്തുകയാണ്, ഒരു രീതിയിലൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ കർത്താവ് 25 മുമ്പേ അതിനകത്ത് അത്ഭുതം ചെയ്യുക. ഇന്ന് സിസ്റ്ററിന് പുതിയ ഭവനത്തിനുള്ള വഴി അറിയാം. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ മകളുടെ നേരേക്കൊന്ന് കരം നീട്ടാൻ പറ്റുന്നവരുണ്ടോ? ഇതാ സാക്ഷ്യം എന്ന് പറയുന്നത്. പ്രിയരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിച്ചെന്ന് വിശ്വസിക്കുന്നു. കാരണം വിശ്വാസമാണ് ആരംഭങ്ങൾ ഉളവാക്കുന്നത്. വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നീ കാണാൻ പോവുകയാണ്. അറിയാം, മഹത്വം വെളിപ്പെട്ട് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. ഇന്ന് രോഗികളായി നിൽക്കുന്നവർ, നിങ്ങൾ ആ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കൈവയ്ക്കണം. ഈ 2025 നീ രോഗിയായി തുടരത്തില്ല. നിന്നെ മഹത്വം സൗഖ്യമാക്കാൻ പോവുകയാണ്, നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഒന്ന് വിശ്വസിക്കണം. ഈ വചനം എന്തോ പറഞ്ഞിട്ടുണ്ടോ അതെൻ്റെ ജീവിതത്തിൽ നടക്കും. അങ്ങനെ തന്നെ വിശ്വസിക്കും. ആരെല്ലാം നിങ്ങളെ നോക്കി എന്തെല്ലാം നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ ഈ 2025 എൻ്റെ സാഹചര്യങ്ങൾ ഒത്തിരി വിരോധമാണ്. അറിയും, ഒത്തിരി അസാധ്യതകൾ എനിക്ക് ഈ വർഷത്തിൻ്റെ ആരംഭമാണ്. പക്ഷേ ഈ 2025 തീരുന്നതിന് മുമ്പേ മഹത്വം കണ്ട സാക്ഷിയായി തീരുമാനമായിട്ട് ഈ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനം ദൈവമാണ്, അത് നടക്കുമെന്ന് വിശ്വസിക്കുന്നു. രോഗമുള്ളവർ ഇപ്പോൾ തന്നെ കൈവയ്ക്കുക. നിങ്ങൾ വലിയ സൗഖ്യം കാണാൻ പോകുന്നു, വലിയ വിടുതൽ കാണാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചാട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. മഹത്വം കണ്ടവരായി തീരുവാൻ, വലിയ അത്ഭുതം കണ്ടവരായി തീരുവാൻ, ഇവരുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തികൾ എഴുന്നേറ്റ് വരട്ടെ. ഇവർ ദൈവത്തിനുള്ളവരാണെന്ന് ഇവർ തിരിച്ചറിയട്ടെ. കർത്താവെ, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ രോഗികൾ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ടെന്നുള്ള ആഴം വെളിപ്പെട്ട് വരട്ടെ. തമ്പുരാനെ, ഇവരെ അങ്ങ് വിലയ്ക്ക് വാങ്ങിച്ചത് അങ്ങയുടെ രക്തത്തിലാണല്ലോ. അങ്ങയുടെ മഹത്വം ഓരോ മക്കളുടെ മേളിലേക്കും വെളിപ്പെട്ട് വരട്ടെ. ഞാൻ അറിയാം, ബിനു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ മകന് വേണ്ടി ഇപ്പോൾ സൗഖ്യം നടക്കുകയാണ്. കർത്താവെ, ഞാൻ അനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെട്ടിരുന്നേ അപ്പ. കർത്താവെ, അങ്ങയുടെ കരം ഹല്ലേലൂയ ഇപ്പോൾ തന്നെ അത്ഭുതം, സന്തോഷത്തിന് വേണ്ടി വലിയ വാതിലുകൾ ദൈവം തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. സിബി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സിബിക്ക് വേണ്ടി അറിയാം വിദേശത്തേക്കുള്ള മാർഗങ്ങൾ ദൈവം തുറന്നു കൊടുക്കുകയാണ്.
കർത്താവെ, ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ കർത്താവെ, സുജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുജ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യം നടക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ വഴികൾ തുറക്കുകയാണ്. കർത്താവെ, ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തണമേ കർത്താവെ. ഇവരുടെ ഭവന മഹത്വം വെളിപ്പെടുത്തുന്നതാകട്ടെ അപ്പാ. ഇവരുടെ ദീനങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങൾ, ഇവരുടെ കടബാധ്യതകൾ മുഴുവൻ മഹത്വം പരിഹരിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം, ഹല്ലേലൂയ, ഇവരുടെ കടബാധ്യതകളെ തീർക്കുന്നതിനായി സ്തോത്രം. ഇവർ ആ ഭവനത്തിനകത്ത് നിൽക്കുന്ന എല്ലാ കലഹങ്ങളും, എല്ലാ ദുരാത്മാക്കളുടെ ശക്തികളും ഇപ്പോൾ മഹത്വത്തിൽ അവസാനിക്കും. കാരണം സമുദ്രത്തിൽ വെള്ളം നിറയുന്നത് പോലെ ദൈവത്തിൻ്റെ മഹത്വം ഓരോ ഭവനങ്ങളിൽ വെളിപ്പെട്ട് വരികയാണ്. ഇരുട്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ തന്നെ ചിലർ വിടുതലുകൾ കാണുകയാണ്. നിങ്ങളുടെ ബിസിനസ് തകർന്ന അനുഭവത്തിനകത്ത് പുത്തൻ വഴികൾ തുറക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പുതിയ ഇൻ്റർവ്യൂകളുടെ വാതിലുകൾ തുറക്കുന്നു. ആ എക്സാം നിങ്ങൾ പാസ്സാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഷീലയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിക്കട്ടെ. ഷീലയെ അറിയാം, കഴിഞ്ഞ 30 വർഷം നടക്കാത്തത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അമൽ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. അമലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിടുതൽ നടക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഞാൻ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ ഓരോ മക്കളുടെ മുന്നിലേക്കും വെളിപ്പെടുത്തുകയാണ്. കർത്താവെ, അറിയാം, സാലി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സാലിക്ക് വേണ്ടി പുത്തൻ നന്മകൾ, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. പ്രത്യേകിച്ച് ഈ അരയ്ക്ക് താഴ്പോട്ട് തളർച്ചയുമായിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത 2 വ്യക്തികൾ ഇപ്പോൾ മഹത്വം തൊടുന്നു. അവർ എഴുന്നേറ്റ് വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തെ സ്വീകരിക്കുക. അടിപ്പിണരാൽ സൗഖ്യമുണ്ടെന്ന് വചനം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വചനത്തിന് മാറാൻ പറ്റത്തില്ല. ഇപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ മഹത്വമായി വെളിപ്പെട്ട് വരികയാണ്. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ സംഭവിക്കട്ടെ. കർത്താവ് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ വലിയ വിടുതലുകൾ സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ 811 എന്ന് കാണുന്ന നമ്പറുകളിലേക്ക്, 811 എന്ന് കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിച്ചാൽ നമ്മുടെ പ്രാർത്ഥനാ സഹായികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ 9072 നിങ്ങൾക്ക് മെസ്സേജാണ് അയക്കാൻ പറ്റുന്നത്. എവിടെ നിന്ന് വേണമെങ്കിലും മെസ്സേജ് അയച്ചിട്ട് അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ്. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ, അധികത്തിൽ ഉയർത്തട്ടെ. അതേപോലെ ഈ എപ്പിസോഡുകൾക്ക് വേണ്ടി സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് ഓർപ്പിക്കുന്നു. ഈ പ്രയറിന് നേരിട്ട് കടന്നു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് കടന്നു വരുന്നത് ഓർപ്പിക്കുന്നു. എറണാകുളത്തും തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരിലും ഒക്കെ നമ്മുടെ ആരാധനകൾ നടക്കുകയാണ്. നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ കാണട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.